സഫലമി ജീവിതം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത ഡോക്ടർ തോമസ് മാത്യുവിൻ്റെ ജീവിതത്തിലേക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്കിന്ന് കടന്നു ചെല്ലാം. അപ്പോൾ നമ്മൾ ഡോക്ടർ ജോലി ചെയ്താലും ബസ് ഡ്രൈവർ ജോലി ചെയ്താലും അതൊക്കെ അത് ദൈവം ചെയ്യുന്ന പ്രവൃത്തിയാണെന്ന് വിചാരിച്ചാൽ പിന്നെ പ്രശ്നമില്ല. നമ്മളാരും ദൈവത്തെ കണ്ടിട്ടില്ല. ദൈവം ഏത് രൂപത്തിലാണെന്ന് പറയുന്നത്. ദൈവം നമ്മുടെ അടുത്ത് വരുന്ന ഈ രോഗി പോലായിരിക്കും അല്ലേ? അത് ദൈവത്തിൻ്റെ ഇമേജിലുണ്ടാക്കിയ ഈ വ്യക്തിയുടെ രോഗം കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കണം എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. I used to envy your profession because ദൈവത്തിൻ്റെ ഒരു സൗഖ്യത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന മനുഷ്യരാണ് ഡോക്ടേഴ്സ്. ആൻഡ് യു ബിലോങ് ടു ദാറ്റ് ഗ്രൂപ്പ്. അതൊരു വലിയ ഭാഗ്യമായിട്ട് സാർ എന്തായാലും കരുതുന്നുണ്ടാകും. ഞാൻ വിചാരിക്കുന്നത് എല്ലാ പ്രൊഫഷനും അതുപോലെയാണ്. അധ്യാപകൻ ദൈവത്തിൻ്റെ ജോലിയാണ് ചെയ്യുന്നത്, തൂത്തുവാരുന്ന ആളും ദൈവത്തിൻ്റെ ജോലിയാണ് ചെയ്യുന്നത്. തൂത്തുവാരിയില്ല എല്ലാം അഴുക്കായി കിടക്കില്ല, ആരാ ചെയ്യും? തൂത്തുവാരുന്ന ആളും ദൈവം, അത് ചെയ്യുന്ന ആൾക്ക് ആ ബോധം വേണം. ഐ എം പാർട്ട് ഓഫ് ദി ഗോഡ്സ് പ്ലാൻ ഇൻ ദിസ് വേൾഡ് എന്നുള്ള ആ ബോധം വേണം. അല്ല എന്നോടത്ത് പറഞ്ഞതിന് വേണ്ടി ഞാൻ തൂക്കുന്ന കാര്യമായില്ല. അവിടെ ആ വ്യത്യാസം. നമ്മളുടെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ദൈവത്തിൻ്റെ ഒരു നിയോഗമാണ്, എന്നെക്കുറിച്ച് അത് ഉദ്ദേശിച്ചിരിക്കുന്നു എന്നുള്ള ബോധത്തോടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു. മനസ്സിലായില്ലേ? അത് ഏത് ജോലിയാവട്ടെ. ഇപ്പോൾ ഡ്രൈവർ ആണെങ്കിൽ ഡ്രൈവർ അത് ദൈവം നിയോഗിച്ചൊരു ജോലിയാണ്. ഞാൻ എൻ്റെ പ്രൊഫഷൻ ശരിയായിട്ട് ചെയ്യണം, എൻ്റെ കൂടെ ഇരിക്കുന്ന ആളുകളെ സംരക്ഷിച്ച് ഞാൻ ഓടിക്കേണ്ടതാണ്, അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഞാൻ ഡ്രൈവ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ദൈവ നിയോഗമാണ്. അല്ല എവിടെയും പോട്ടെ, എവിടെയും ഇടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് 60 കിലോമീറ്റർ 70 കിലോമീറ്റർ സ്പീഡിൽ ഓടിച്ചു പോയാൽ ഡ്രൈവർ ആകില്ല. ഈസ് നോട്ട് സിൻസിയർ ടു ഹിസ് വർക്ക്. അപ്പോൾ നമ്മൾ നിർബന്ധിച്ച് ജോലി ചെയ്യുകയല്ല. ഏത് ജോലിയും ദൈവത്തിൻ്റെ നിയോഗം. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന അതേ ജോലി അത്രയും പെർഫെക്റ്റായി ഇപ്പോൾ പ്രാർത്ഥിച്ചു സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ ദൈവത്തിൻ്റെ ശക്തി നമ്മൾ ചെയ്യുന്ന പ്രൊഫഷനിൽ ഇപ്പോൾ നമ്മളെയൊക്കെ ദൈവത്തിന് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇത്രയും പേരെ ദൈവം ജീവിപ്പിച്ചിരിക്കുന്നത്. ഖലീൽ ജിബ്രാൻ പറയുന്ന പോലെ ഓരോ കുഞ്ഞും ജനിക്കുന്നത് ദൈവം ഈ ലോകത്തെ സ്നേഹിക്കുന്നുണ്ടെന്നതിൻ്റെ ഉദാഹരണം. സാറാണ് കേരളത്തിലെ ഫസ്റ്റ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിരിക്കുന്നത്. അതെ അതെ അതെ. എത്രയായാലും അത് ഷെയർ ചെയ്യപ്പെടേണ്ട ഒരു മനോഹരമായിട്ടുള്ളൊരു സംഭവമാണ്. സാർ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഞങ്ങളോട് പറയാമോ? ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്നുള്ളത് ഏതൊരു നെഫ്രോളജിസ്റ്റിൻ്റെ ഒരു സ്വപ്നമാണ്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ അതൊരു വലിയൊരു സംവിധാനമാണ്. കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെങ്കിൽ വലിയൊരു സംവിധാനം നമ്മൾ ഒരുക്കണം. ഓക്കെ. ഞാനിവിടെ 1974 ജോയിൻ ചെയ്തപ്പോൾ മുതൽ ഒരു കിഡ്നി ഡിപ്പാർട്ട്മെൻറ്റ് ഡെവലപ്പ് ചെയ്തു. എനിക്ക് ഏറ്റവും സഹായമായിട്ട് പ്രൊഫസർ റോയ് ചാലി ഉണ്ടായിരുന്നു, യൂറോളജി പ്രൊഫസർ. അപ്പോൾ ഞങ്ങൾ എന്നെക്കാളും 5 വയസ്സ് പ്രായം കൂടിയ ആളാണ് അദ്ദേഹം. ഞങ്ങൾ ഒരുമിച്ച് പ്ലാൻ ചെയ്തു ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നമുക്ക് കോഴിക്കോട് ചെയ്ത് തുടങ്ങണം. നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഗവൺമെൻറ്റിന് ചോദിച്ച് വാങ്ങാം. അതിനൊരുപാട് വർക്ക് ചെയ്യേണ്ടി വന്നു. ഒരുപാട് പേര് പോയി കണ്ട് അതിന് ടൈം സ്വീകരിച്ച് അതിനുള്ള ഓപ്പറേഷൻ തിയേറ്റർ ശരിയാക്കണം, പേഷ്യൻറ്റിനെ കിടത്തുന്ന സ്ഥലം ശരിയാക്കണം. ഒരുപാട് ഹെൽപ്പ് ആവശ്യമാണ് പലരുടെ. അപ്പോൾ ഗവൺമെൻറ് ഹെൽപ്പ് വേണം, പ്രിൻസിപ്പാളിൻ്റെ ഹെൽപ്പ് വേണം. എല്ലാവരും അതിന് സഹകരിച്ചു. അതൊരു വലിയ സംരംഭമാണല്ലോ. വൃക്ക മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞാൽ അന്ന് കേരളത്തിൽ ചെയ്യുന്നതല്ല. തമിഴ്നാട്ടിലും വെല്ലൂരിലും മദ്രാസിലും പിന്നെ വടക്കേ ഇന്ത്യയിലും ഉള്ളൂ. അപ്പോൾ നമുക്ക് കേരളത്തിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചു. അതിനായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോയി. അതിനു മുമ്പേ ഈ ഡയാലിസിസ് സൗകര്യങ്ങൾ ഏറ്റവും മനോഹരമാക്കി. പെർഫെക്റ്റായിട്ട് ഡയാലിസിസ് സെറ്റപ്പ് ഉള്ളൊരു സ്ഥലത്തെ ഈ വൃക്ക മാറ്റിവെക്കൽ സർജറി പറ്റുള്ളൂ. വൃക്ക മാറ്റി വെക്കുന്നതിന് മുമ്പേ ചിലപ്പോൾ 1-2 മാസം രോഗിയെ ഡയാലിസിസിന് വിധേയനാക്കണം. എന്നിട്ട് തക്ക സമയത്ത് കിട്ടിയ ഡോണറെ കിട്ടുമ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. അങ്ങനെ ഞങ്ങളൊരു 4-5 വർഷം അതിനുവേണ്ടി പ്രയത്നിച്ചു. പല പ്രാവശ്യം അതിന് ഡോക്ടർമാരെ ഓപ്പറേഷന് വേണ്ടി ട്രെയിനിങ്ങിന് പല സ്ഥലത്ത് അയച്ചു. ഇങ്ങനെ ഒരു സർജറി റിഹേഴ്സൽ 6 മുതൽ 8 മണിക്കൂർ വരെ വേണം ഒരു ഓപ്പറേഷന്. 2 പേരെ ഒരേ സമയം ഓപ്പറേഷൻ ചെയ്യണം, കിഡ്നി കൊടുക്കുന്ന ആളെയും സ്വീകരിക്കുന്ന ആളെയും. അപ്പോൾ അതിനുള്ള ഫുൾ പ്രിപ്പറേഷനൊക്കെ എടുത്തിട്ട് 1985 ആദ്യത്തെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ തുടർന്ന് എല്ലാ ആഴ്ചയും 1-2 ട്രാൻസ്പ്ലാന്റ് നടക്കുകയാണ്. 10,000-ലധികം ട്രാൻസ്പ്ലാന്റേഷൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്നു കഴിഞ്ഞു, ഞങ്ങളന്ന് തുടങ്ങി വെച്ചതിന് ശേഷം. ഇപ്പോൾ കോഴിക്കോട് നഗരത്തിലാണെങ്കിൽ 4-5 ആശുപത്രികളിൽ ആഴ്ച 2 ഓപ്പറേഷൻ വീതം നടക്കുകയാണ്. അപ്പോൾ അതൊരു വലിയൊരു സംരംഭത്തിൻ്റെ തുടക്കമായിരുന്നു ആദ്യമായിട്ട് ചെയ്തത്. ആ ഒരു തീരുമാനമെടുക്കാൻ ആ ഒരു പേഷ്യൻസിനെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടി വന്നില്ല. ഇപ്പോൾ പേഷ്യൻസിൻ്റെ അടുത്ത് നമ്മൾ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് കാര്യഗൗരവമായിട്ട് പറഞ്ഞു കൊടുത്താൽ അത് അവരുടെ ആവശ്യമാണ്, അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ഇത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കും. സമ്മതിക്കുന്ന ആളുകളാണ് നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങൾ. അതുപോലെ തന്നെ ഇപ്പോൾ സാർ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കരിയർ ഉണ്ടായിട്ടുള്ള ഒരു ഡോക്ടറാണ്.
തീർച്ചയായിട്ടും സാർ ഒരുപാട് ചലഞ്ചസിലൂടെയും കടന്നു പോയിട്ടുണ്ടാവും. ആ ചലഞ്ചിങ് ടൈംസിൽ സാർ എങ്ങനെയൊക്കെയാണ് അതിനെ ഓവർകം ചെയ്തിരിക്കുന്നത്? അത് വളരെ വളരെ പ്രസക്തമായ ചോദ്യമാണത്. ഒരു ജീവിതത്തിൻ്റെ ഒരു ഫാഗ് എൻഡിലെത്തിയിരിക്കുന്ന ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ഞാൻ പല ഓക്യുപ്പേഷണൽ പല പൊസിഷനിൽ ഇരുന്നിട്ടുണ്ട്. ലൈക്ക് ഹൗസ് സർജൻ, പിന്നെ ട്യൂട്ടർ, പിന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ, പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്, പിന്നെ മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ട്, പിന്നെ അതിനുശേഷം റിട്ടയർഡ് പേഴ്സൺ, പിന്നെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഒരു പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കുക, അതിൻ്റെ ഹെഡാവുക. ഇങ്ങനെ പല സിറ്റുവേഷനിൽ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട് പ്രൊഫഷണൽ ലൈഫിൽ. ഇതിലെല്ലാം അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്, അതിൻ്റേതായിട്ടുള്ള ചലഞ്ചസും ഉണ്ട്. കൊളീഗ്സിനടുത്തുള്ള ഹെൽപ്പ്, കൊളീഗ്സിനടുത്തുള്ള കോമ്പറ്റീഷൻ, കൊളീഗ്സിൻ്റെ അടുത്തു നിന്നുള്ള അസൂയ, പിന്നെ മറ്റുള്ളവരുടെ അസൂയ, പിന്നെ കൂടെയുള്ള മറ്റ് സ്റ്റാഫ്മാരുടെ പ്രതികരണം, മറ്റ് സ്റ്റാഫ്മാരുടെ എതിർപ്പുകൾ, പുതിയ സംവിധാനം ഉണ്ടാക്കുമ്പോൾ അതിനോടുള്ള എതിർപ്പ്, ഇതൊക്കെ വളരെ വളരെ കാര്യഗൗരവമായിട്ടുള്ള സംഗതിയാണ്. ഏത് പ്രൊഫഷനിലും ഉള്ള പോലെ തന്നെ ഞങ്ങൾ മെഡിക്കൽ പ്രൊഫഷനുണ്ട്. മെഡിക്കൽ പ്രൊഫഷൻ ഒരുപക്ഷെ അത് കുറച്ച് കൂടുതലുണ്ടാകും, എസ്പെഷ്യലി നമ്മൾ അഡ്മിനിസ്ട്രേഷനിൽ പോകും. ഞാൻ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടായിരുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് രാഷ്ട്രീയപരമായിട്ടുള്ള പ്രഷർ. അപ്പോൾ അവിടെ തന്നെ 2-3 ഗ്രൂപ്പുകളുണ്ട്. എന്ത് ചെയ്താലും ഒരു ഗ്രൂപ്പ് എതിർക്കും, മറ്റേ ഗ്രൂപ്പ് സമ്മതിക്കും. വേറെ ചെയ്യുമ്പോൾ ഈ എതിർക്കുന്ന ഗ്രൂപ്പ് സമ്മതിക്കും, മറ്റേ ഗ്രൂപ്പ് സമ്മതിക്കില്ല. എല്ലാവരെയും സമന്വയിച്ച് കൊണ്ടുപോകുന്ന വലിയൊരു വിഷമമാണ്. അതപ്പോൾ ഞാൻ ചെയ്തിരുന്നത് എല്ലാവരും വിളിച്ചുകൂട്ടി ആവശ്യകത പറയുക, അവരടുത്ത് സംസാരിക്കുക. അത് ആവശ്യമാണെന്ന് കണ്ടാൽ എല്ലാം സമ്മതിക്കുന്ന ഒരു രീതിയിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ച ഒരു സ്ഥിതിയിലായിരുന്നു ഞാൻ പിരിഞ്ഞത്. അപ്പോൾ അങ്ങനൊരു മേജർ പ്രശ്നം എനിക്കുണ്ടായിട്ടില്ല. പക്ഷേ ചില പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ വരുമ്പോഴൊക്കെ ദിവസം പോകുമ്പോൾ ഒരു പ്രാർത്ഥനയുണ്ട്, ഇന്ന് ദൈവവും ഞാനും കൂടെ വിചാരിച്ചാൽ സാധിക്കാത്ത ഒരു സംഗതിയില്ല. There's nothing which we can't do together. ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ പറ്റുകയില്ല. പക്ഷേ ദൈവവും ഞാനും കൂടെ വിചാരിച്ചാൽ തീർച്ചയായിട്ടും സാധിക്കാത്ത ഒരു സംഗതിയും ഒരു ദിവസവും ഇല്ല എന്ന് ഞാൻ ദിവസം മേശയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവത്തോട് ചേർന്നാണ് ചേർന്ന് ദൈവവും ഞാനും കൂടെ പ്രവർത്തിച്ചാൽ സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലം ഇല്ല. അപ്പോൾ ആ പ്രാർത്ഥനയുടെ ദിവസവും നമ്മൾ ജോലി തുടങ്ങാം. അതിൻ്റെ കൂട്ടത്തിൽ അതിൽ എക്സ്പീരിയൻസ് ആളുകളെ കൂടെ നമ്മൾ വിളിക്കുക. നമ്മളൊക്കെ മുതിർന്ന ആളുകൾ, പ്രായമുള്ളവർ, ഇങ്ങനത്തെ ഫേസ് ചെയ്തുള്ളവർ, അവരുടെ അഭിപ്രായം എടുക്കുക, അതനുസരിച്ച് മുമ്പോട്ട് പോകാം. പിന്നെ ആരെയും ഹെർട്ട് ചെയ്യുന്ന തരത്തിലുള്ള തീരുമാനം എടുക്കാതിരിക്കാൻ ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. ഒരാൾക്ക് ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് വരാതിരിക്കാൻ, ഒരാളെ തരം താഴ്ത്താതിരിക്കാൻ, അത് മാനസികമായിട്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒരാളെയും അറിഞ്ഞോ അറിയാതെ ഉപദ്രവിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഒരാളെ വഴക്ക് പറയുക, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഒരാളെ കുറ്റപ്പെടുത്തുക, അല്ലെ ചെറുതാക്കുക, ഇതൊക്കെ പാടില്ല എന്ന് ഞാൻ തന്നെ എന്നും മനസ്സിൽ കരുതുന്ന ഒരാളാണ്. ഇപ്പോൾ എപ്പോഴും മറ്റൊരാളുടെ ഷൂസിൽ നിന്ന് നോക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പം ഞാൻ ആ വ്യക്തി ആയിരുന്നെങ്കിൽ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ള ആലോചിച്ചിട്ട് ഞാൻ സാധാരണ പറയാറുള്ളൂ. ഇപ്പോൾ ഒരു സ്റ്റാഫ് സിസ്റ്ററിനെ വഴക്ക് പറയണമെങ്കിൽ തന്നെ ആ റൂമിൽ നിന്ന് പുറത്ത് വിളിച്ചിട്ട് സിസ്റ്ററിനെ ഉപദേശിക്കാറുള്ളൂ. രോഗിയുടെ മുമ്പ് വെച്ചിട്ട് വഴക്ക് പറയാറില്ല. ഒരു അസിസ്റ്റൻറ്റിനെ എന്തെങ്കിലും കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ രോഗിയുടെ മുമ്പ് വെച്ച് ചെയ്യാറില്ല. അയാൾ ചെയ്തത് തെറ്റാണെങ്കിൽ തന്നെ പുറത്തിറങ്ങിയിട്ടേ പറയുള്ളൂ, താങ്കൾ ചെയ്തത് അത് ശരിയായില്ല, അല്ല ചോദിച്ച ചോദ്യം ശരിയായില്ല, അല്ലെ പരിശോധിച്ച വിധം ശരിയായില്ല എന്നൊക്കെ റൂമിൽ നിന്ന് പുറത്തേ പറയാറുള്ളൂ. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് ഒരാളെ താഴ്ത്താൻ അങ്ങനെ ശ്രമിച്ചാൽ നമുക്കൊരു കോർഡിനേഷനും ഹെൽപ്പും മറ്റുള്ളവരിൽ നിന്ന് കിട്ടും എന്ന് ഞാൻ എപ്പോഴും വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അത് ഒരു പരമാവധി ഞാനത് ശ്രമിച്ചിട്ടുള്ളതാണ്. ചിലപ്പോൾ ഒക്കെ പാളിച്ചു വന്നിട്ടുണ്ടാവും, പക്ഷേ ഒബ്വിയസ്ലി ആയിട്ട് ഒന്നും വന്നിട്ടില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ പലപ്പോഴും ഈ ഹോസ്പിറ്റൽസിലൊക്കെ ചെല്ലുമ്പോൾ എന്താ പറയുക, ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത തരത്തിലുള്ള പ്രൊഫഷണൽസിനെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഈവൻ സ്റ്റെത്ത് പോലും ഇടാതെ പേഷ്യൻറ്റിനെ ചെക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ്. ടു വാട്ട് എക്സ്റ്റെൻറ്റ് ഇറ്റ് ഈസ് റൈറ്റ് ഓർ റോങ്? അതൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു ജനറേഷൻ്റെ വ്യത്യാസമാണോ, കോപ്പിങ് ദ വെസ്റ്റേൺ കൾച്ചറാണോ എന്ന് എനിക്ക് പറഞ്ഞുവിടാം. പക്ഷേ ഒരു മെഡിക്കൽ പ്രൊഫഷനെ സംബന്ധിച്ചിടത്തോളം ആ മെഡിക്കൽ പ്രൊഫഷൻ്റെ ഡിഗ്നിറ്റിയും അതിൻ്റെ എറ്റിക്കറ്റും ഈ വാക്കുകൾ പ്രധാനമാണ്. ഡിഗ്നിറ്റി, എറ്റിക്കറ്റ്, എത്തിക്സ് ഓഫ് ദി മെഡിക്കൽ പ്രൊഫഷൻ. അത് ഇങ്ങനെ മൂല്യച്യുതി വന്നു പോകുന്നുണ്ടോ എന്നാണ് സംശയം. അത് ഒരു പക്ഷേ ഇപ്പോഴത്തെ കറൻറ്റ് കൺസെപ്റ്റിൻ്റെ നോളജിൻ്റെ പിന്നെ ടെക്നോളജിയുടെ അതിപ്രസരം കൊണ്ട് വരുന്നതായിരിക്കും. അവിടെ ഡോക്ടർ ബിക്കംസ് നെഗ്ലിജൻറ്റ് ഓർ ഡോക്ടർ ബിക്കംസ് ഇൻസിഗ്നിഫിക്കൻറ്റ്. അതാണ്
ഇപ്പോൾ ഒരു ഡോക്ടറുടെ കൈ കൊണ്ട് കൊട്ടി പരിശോധിച്ച് കാണുന്ന ഒരു അസുഖത്തിനേക്കാൾ 50% അധികം ഒരു സ്കാൻ കൊണ്ട് കിട്ടും. അപ്പോൾ എന്തിനാ കൈകൊട്ടി പരിശോധിക്കുന്നത്? സ്കാൻ എടുത്താൽ പോരെ, നിങ്ങൾ വെറുതെ പേഷ്യൻ്റെ നെഞ്ചത്ത് പോയിട്ട് അടിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് ചിന്തിക്കുന്നതാണ് പുതിയ ജനറേഷൻ. നമ്മളിപ്പോൾ ഒരു ലങ്സിലൊരു കേടുണ്ടെങ്കിൽ ഈ പെർക്കസ് പോയി നെഞ്ചത്ത് ഇങ്ങനെ തട്ടി 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 ആ ഏറിയുള്ള ഭാഗം കണ്ടുപിടിക്കും. ഇപ്പോൾ തട്ടേണ്ട ആവശ്യമില്ല, എക്സ്റേ അല്ല സ്കാൻ എടുത്താൽ അത് കാണുമല്ലേ. അതേസമയം ആ ടച്ച് ചെയ്യുന്ന ആ ഒരു വികാരം വളരെ പ്രധാനമാണ്. രോഗിയുടെ ശരീരത്തിൽ തൊടുന്നത് ആ രോഗിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണ്. ഒരു ഡോക്ടർ പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു, അത് രോഗിയാകുമ്പോഴേ മനസ്സിലാവുള്ളൂ. നമ്മുടെ ഒരു ഡോക്ടർ നമ്മുടെ ശരീരത്തിൽ ടച്ച് ചെയ്യുമ്പോൾ ദ ടച്ച് എന്നതിന് പറയുന്നത്. ടച്ച് ഹസ് ഗോട്ട് ഗ്രേറ്റ് ഹീലിംഗ് പവർ. ഇപ്പോൾ കർത്താവിനെ ടച്ച് ചെയ്തവരൊക്കെ സുഖം കിട്ടി. കർത്താവ് ടച്ച് ചെയ്തവരൊക്കെ സുഖം കിട്ടി ഇല്ലേ? നമ്മൾ വായിക്കും കർത്താവ് തൊട്ടു സൗഖ്യമാക്കി അല്ലേ, കൈ തൊട്ടു സൗഖ്യമാക്കി, കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ച് നടുവ് നോർന്നു. ഒരു സ്ത്രീ കർത്താവിൻ്റെ വസ്ത്രം പോയി തൊട്ടു. ഈ ടച്ച് ഹാസ് ഗോട്ട് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ടച്ച് മെഡിക്കൽ പ്രൊഫഷൻ അങ്ങോട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ ഇതൊക്കെ വലിയ എക്യുപ്മെൻറ്റും ഒക്കെ ഉണ്ടെങ്കിൽ, ടെക്നോളജി ഉണ്ടെങ്കിലും ആ ഫിസിക്കൽ കോണ്ടാക്ട് വിത്ത് ദ പേഷ്യൻ്റ് ആൻഡ് ദ ഡോക്ടർ അത് മാറാൻ പാടില്ലെന്ന് വിശ്വസിക്കുന്ന ഒരു ജനറേഷനിൽപ്പെട്ട ആളാണ് ഞാൻ. ഇപ്പോൾ സ്റ്റോറി മുഴുവൻ എടുക്കുക, അതിനുശേഷം വിശദമായി പരിശോധിക്കുക എന്ന് കഴിഞ്ഞ് കിട്ടുന്ന ഇൻഫർമേഷൻ ഒരു 90% ഇൻഫർമേഷനാണ്. ടെക്നോളജി വെച്ചിട്ട് നമുക്ക് 100% കിട്ടുമായിരിക്കും. അതായത് ഈ 90% നമ്മൾ എടുക്കണം. മുഴുവൻ ടെക്നോളജി ആശ്രയിക്കാൻ പാടില്ല. ടെക്നോളജിക്ക് അതിൻ്റെതായ ഫോൾട്ട്സ് ഉണ്ട്. ടെക്നോളജി 100% കറക്റ്റാണെന്ന് നമുക്ക് പറയാനൊക്കെ. ടെക്നോളജി ക്യാൻ ഗോ റോങ്. മെനി ടൈംസ് ഇറ്റ് ഹാസ് ഗോൺ റോങ് ഓൾസോ ഇൻ ദ പാസ്റ്റ് ആസ് വെൽ ആസ് പ്രസൻറ്റ്. സോ ടെക്നോളജിയും ഫിസിക്കൽ ഇതും കൂടി ഒരുമിച്ച് പോകണം. ഫിസിക്കലിനെ കംപ്ലീറ്റ് അങ്ങ് വിട്ടുപോകുന്ന ഒരു ജനറേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് പുറത്തും അതിപ്പോൾ ഇന്ത്യയിലോട്ടും നമ്മുടെ നാട്ടിലോട്ടും ഒക്കെ ഇങ്ങനെ അത് ഇംബൈബ് ചെയ്ത് വരികയാണ്. ഞാൻ എപ്പോഴും ഓർക്കുന്നു, ഞാൻ നേരത്തെ എൻ്റെ അധ്യാപകൻ പ്രൊഫസർ പൈയെ പറ്റി പറഞ്ഞല്ലോ. പ്രൊഫസർ പൈ പേഷ്യൻ്റെ ഇങ്ങനെ തട്ടി തട്ടി നോക്കി, ഈ നടുവിരലിൽ ഇവിടെ ഒരു തഴമ്പുണ്ട്, ഇങ്ങനെ അടിച്ചടിച്ച് തഴമ്പ് തട്ടി തട്ടി വർഷങ്ങളായിട്ട് പെർക്കസ് ചെയ്ത് കണ്ടുപിടിക്കും. ഇപ്പോഴത്തെ കാലത്ത് തഴമ്പില്ല, ഒന്നുമില്ല, കൈ ഉണ്ടോ ഇല്ല എന്ന് നമുക്കറിയാം, കൈ വേണ്ട. സോ ആ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകുന്നത്. പക്ഷേ ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പേഷ്യൻ്റുമായിട്ടുള്ളൊരു ഫിസിക്കൽ കോണ്ടാക്ട്, സ്റ്റെതസ്കോപ്പ് ഉപയോഗിക്കുക, പെർക്കസ് ചെയ്യുക, ഫീൽ ചെയ്യുക, അതൊക്കെ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് മെഡിക്കൽ പ്രൊഫഷനിൽ. ദ ആർട്ട് ഓഫ് ട്രീറ്റിംഗ്, ദ ആർട്ട് ഓഫ് ഫിസിക്കൽ എക്സാമിനേഷൻ അതിപ്പോൾ ഇല്ല. ദ ആർട്ട് ഓഫ് എക്സാമിനിങ് എ പേഷ്യൻ്റ് എന്നുള്ളത് ഇപ്പോൾ കാലഹരണപ്പെട്ടു പോവുകയാണ്. ഇപ്പോൾ ഹിപ്പോക്രാറ്റിസ് എങ്ങനെ പരിശോധിച്ചിരുന്നു, ലെനക്ക് എങ്ങനെ പരിശോധിച്ചിരുന്നു, ലിയോപാർഡ് ഓവൻ ബർഗർ എങ്ങനെ പേഷ്യൻറ്റിനെ നോക്കിയിരുന്നു, അതൊന്നും ഇപ്പോൾ കുട്ടികൾക്ക് അറിയില്ല. ആ ഒരു ഹിസ്റ്ററി ഓഫ് മെഡിസിനൊക്കെ പഠിച്ചാലേ നമ്മൾ ആ ഒരു തലത്തിലേക്ക് ഉയരുകയുള്ളൂ. ഒരു ബിഷഗ്വറിൻ്റെ തലത്തിലേക്ക് ഉയരണമെങ്കിൽ ഈ മഹാന്മാരുടെയൊക്കെ ജീവചരിത്രം പഠിച്ചിരിക്കണം. അവരെയൊക്കെ ദിവസവും മനസ്സിൽ കാണണം. അവരെങ്ങനെ രോഗികളെ നോക്കി എങ്ങനെ രോഗം കണ്ടുപിടിച്ചെന്ന് മനസ്സിലുണ്ടാവണം. ഇപ്പോൾ അതില്ല. ഇപ്പോൾ നമ്മൾ ടെക്നോളജി, മോഡേൺ അഡ്വാൻസ് സയൻറ്റിഫിക് മെറ്റീരിയൽ അതേ നമ്മൾ പഠിക്കുന്നുള്ളൂ. എവിടെയോ സംതിങ് ഈസ് ലാക്കിംഗ്. അതുകൂടെ ഇംപ്രൂവ് ചെയ്താൽ ഇപ്പോഴത്തെ മെഡിക്കൽ മാനേജ്മെൻറ്റ് 110% കറക്റ്റാണ് ഞാൻ പറയുന്നത്. അല്ല, ഇപ്പോൾ ഒരു 80% നിൽക്കുന്നുള്ളൂ. അത് വേണം. ബിക്കോസ് ആൻസെസ്ട്രൽ വർഷിപ്പ് ആൻഡ് നോയിങ് അബൌട്ട് ദ പാസ്റ്റ് ഈ ഒരു പ്രൊഫഷന് വളരെ വളരെ പ്രധാനമാണ്. ഇപ്പോൾ നേരത്തെ പോലെ ഒരു ദൈവദത്ത്, എല്ലാ പ്രൊഫഷനും ദൈവദത്തമാണ്, പക്ഷേ ഒരു ഗോഡ്ലി പ്രൊഫഷനാണ് മെഡിസിൻ എന്നാണ് 90% ആളുകൾ വിചാരിക്കുന്നത്. അതിന് ഒരു ആൻസെസ്ട്രൽ വർഷിപ്പ് ആവശ്യം. വി ഹാവ് ടു ഗെറ്റ് സംതിങ് ഫ്രം അവർ ആൻസെസ്റ്റേഴ്സ്, വാട്ട് ദേ ഹാവ് ഡൺ, ഹൗ ദേ ഹാവ് റീച്ച് ദിസ് സ്റ്റേജ്, ഹൗ വി ഹാവ് ലേൺ ദറ്റ് പ്രൊഫഷൻ. നമ്മുടെ ശരീരത്തിൻ്റെ കാര്യം നോക്കുന്നതല്ലേ. നമുക്ക് തെറ്റ് പറ്റിയാൽ ഒരാളുടെ ജീവൻ ചിലപ്പോൾ പോകും. അപ്പോൾ അത് വരാതിരിക്കാൻ നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള അറിയണമെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് ആവശ്യം. സർ, യു ആർ എ വെരി ബിസി ഡോക്ടർ. ലൈക്ക് അപ്പോൾ ഫാമിലിയിൽ മക്കൾ, ഭാര്യ, വൈഫിൻ്റെയൊക്കെ സപ്പോർട്ട് ഇതൊക്കെ ഒരുപാട് ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടാവും സാറിൻ്റെ ഈ സക്സസിൻ്റെ പുറകിൽ. അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ സാറിൻ്റെ ഫാമിലി? എൻ്റെ വൈഫ് ഇന്ദിര ഹൗസ് വൈഫാണ്. അവരുടെ 100% ഹെൽപ്പ് ഉണ്ടെങ്കിലേ ഒരു സക്സസ്ഫുൾ ഡോക്ടർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അത് ഡോക്ടർ ആവശ്യങ്ങൾ അറിയുക, ഡോക്ടർ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ള അറിയുക. ഡോക്ടർ ഇപ്പോൾ ഒരു പേഷ്യൻറ്റിനെ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പേഷ്യൻ്റെ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക, ഡോക്ടറിനെ എൻകറേജ് ചെയ്യുക. നമുക്ക് ഡിപ്രഷനുള്ള സമയത്ത് ആ ഡിപ്രഷൻ മാറ്റിത്തരിക.
പിന്നെ ആശുപത്രിയിൽ വിവരങ്ങൾ ചോദിക്കുക, സംബഡി ടു ഷെയർ. യെസ്. ആശുപത്രിയിൽ എന്തൊക്കെ എല്ലാ ദിവസവും ഇന്നും ചോദിക്കും, ആശുപത്രിയിൽ എന്തുകൊണ്ട് വിശേഷം, എന്തൊക്കെയാണ്, ആരൊക്കെ പേഷ്യൻസ് വന്നിരുന്നത്, അതിൽ ഇൻട്രസ്റ്റിംഗ് പേഷ്യൻസ് ഉണ്ടോ. അപ്പോൾ നമുക്ക് തന്നെ ഒരു താല്പര്യം ഉണ്ടാകും, നമ്മുടെ കൂടെയുള്ള സ്പൗസിന് ഇതൊക്കെ കേൾക്കാൻ ഇഷ്ടമാണല്ലോ. ആശുപത്രി വിവരങ്ങൾ അറിയാൻ, രോഗികളുടെ കാര്യം അറിയാൻ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വൈഫ് ഇന്നും പ്രാർത്ഥിക്കും രോഗികൾക്ക് വേണ്ടി. ശരിക്കും ഇതൊക്കെയാണ് പുതിയ ജനറേഷനിലും ഇന്നത്തെ കാലഘട്ടത്തിലുള്ള മനുഷ്യരൊക്കെ കണ്ടുപഠിക്കേണ്ടത് ആക്ച്വലി. അപ്പോൾ അത് ഇപ്പോൾ ഡയാലിസിസ് ചെയ്യുന്ന ആർക്കൊക്കെയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ട്രാൻസ്പ്ലാന്റ് വെയിറ്റ് ചെയ്യുന്ന ആരൊക്കെയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരെ കണ്ടിട്ട് തന്നെ ഇല്ല, ഷി വുഡ് നോട്ട് ഹാവ് സീൻ എനി വൺ ഓഫ് ദം, പക്ഷെ അവർക്ക് വേണ്ടി അറിയാതെ പ്രാർത്ഥിച്ചു പോവാണ്. അതുപോലെ തന്നെ മക്കൾ, സാറിൻ്റെ ഈ വളരെ ബിസി ആയിരുന്നിട്ടുണ്ടായിരിക്കും, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ്, പിന്നെ സൂപ്രണ്ട്, ട്യൂട്ടർ, പ്രൊഫസർ. ഇതിനിടയിൽ മക്കൾക്കുള്ള സമയം അതെങ്ങനെ സാറ് ബാലൻസ് ചെയ്തു? അതുപോലെ തന്നെ അവരും വളരെ സക്സസ്ഫുള്ളായി. അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അത് എനിക്കും ഒരു അത്ഭുതമാണ്. പ്രോബ്ലി അവരുടെ ഇൻഫ്ലുവൻസ് മെയിൻലി ബൈ മൈ വൈഫ്. വൈഫിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് കൂടുതൽ എനിക്ക് തോന്നുന്നു. അവരുടെ അടുത്ത് അവരെ ഏറ്റവും പ്രധാനമായിട്ട് കരുതുക, അവരുടെ ആവശ്യങ്ങൾ നോക്കുക, അവരുടെ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കുക, അത് എൻ്റെ അടുത്ത് പറയുക. ഞാൻ മക്കളുമായിട്ട് അധികം ഇൻറ്ററാക്ട് ചെയ്തിട്ടില്ല. ഐ തിങ്ക് ദേ ഹാവ് സീൻ മൈ ലൈഫ്. ആ ലൈഫ് കണ്ടിട്ട് അവർ മനസ്സിലാക്കിയെന്ന് എനിക്ക് തോന്നുന്നു. റാദർ ദാൻ സ്പീക്കിംഗ്, ഇറ്റ്സ് ദ ആക്ഷൻ വിച്ച് മെയ്ഡ് ദം ഓൾസോ ടേക്ക് ദ പ്രൊഫഷൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ അവരുടെ രണ്ടുപേർക്കും ഡോക്ടറാണെന്ന് തന്നെ പറഞ്ഞിട്ടില്ല. അതിനുപരി കിഡ്നിയെ സംബന്ധിച്ചുള്ള ഡിസീസിനെ അവർ ഡീൽ ചെയ്യണമെന്ന് ഞാൻ കാര്യം പറഞ്ഞിട്ടേ ഇല്ല. ഇറ്റ് ഈസ് ദെയർ ചോയ്സ് ടു ടേക്ക് ദ പ്രൊഫഷൻ. അപ്പോൾ അത് പ്രോബ്ലി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കണ്ടിട്ട് അതിൽ നിന്ന് അവർ ഇംബൈബ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ അധ്യാപകന്മാരിൽ നിന്ന് ഇംബൈബ് ചെയ്ത പോലെ അവർ എന്നിൽ നിന്ന് ഇംബൈബ് ചെയ്തിട്ടുണ്ടാകും. ഉദാഹരണം, ഇപ്പോൾ ഞാൻ സാധാരണ ഈ മെഡിക്കൽ എഡ്യൂക്കേഷന് ടോക്ക് കൊടുക്കുന്നു, ഏത് കോൺഫറൻസിൽ പോയാലും സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാനൊരു ടോക്കിന് പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇവർ കാണുന്നുണ്ട്. അത് പ്രിപ്പയർ ചെയ്യാൻ 100% പെർഫെക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതിൽ പിന്നെ ബാക്കിയൊന്നും ആർക്കും പറയാനുണ്ടാവില്ല. അപ്പോൾ ഒരു 20 മിനിറ്റ് കൊണ്ട് പറയുന്ന ഒരു ടോപ്പിക്കിൽ അതിൽ എത്രത്തോളം കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളണമോ അത് മുഴുവൻ ഉൾക്കൊണ്ടിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന അവർ കണ്ടിട്ടുണ്ട്. അതിനുവേണ്ടി ശ്രമിക്കുന്നത്, രാത്രി ഉറങ്ങാതിരുന്ന് പ്രിപ്പയർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതുതന്നെയാണ് മക്കൾ ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ ജയന്ത് അത് പ്രസൻറ്റ് ചെയ്യുന്നത്, ദേ ഡു ലൈക്ക് ദാറ്റ്. അപ്പോൾ നമ്മളുടെ പ്രവൃത്തി കണ്ടിട്ട് നമ്മളുടെ കുട്ടികൾ ചെയ്യുന്നത് അവരത് കോപ്പി ചെയ്യുന്നതാണ്. അത് നമ്മൾ ചെയ്യുന്നതിനൊക്കെ നന്നായിട്ട്. അപ്പോൾ ദേ നോ ദാറ്റ് ദിസ് ഹാസ് ടു ബി ഡൺ ലൈക്ക് ദിസ്. പക്ഷെ അവരുടെ ഇൻഫ്ലുവൻസ് മെയിൻലി ഫ്രം എൻ്റെ വൈഫിൻ്റെ ഇൻഫ്ലുവൻസ് ആയിരുന്നു കൂടുതലെന്നാണ് ഞാൻ ധരിക്കുന്നത്. ബിക്കോസ് ഹീ ലുക്ക്ഡ് ആഫ്റ്റർ ദം സോ വെൽ. അവർ കറക്റ്റായിട്ടുള്ള പാത്തിൽ പോകണം, ദൈവവിശ്വാസത്തിൽ വളരണം, മ്യൂസിക് പഠിക്കണം, എല്ലാത്തിലും പങ്കെടുക്കണം. ഒരു പുസ്തക പുഴു മാത്രമല്ല, എല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുക്കണം, ഒരു പ്രൊഫഷനിൽ ഒരു സ്ഥാനത്തെത്തണം എന്നുള്ള വിചാരത്തോടു കൂടി കുട്ടികളെ മുമ്പോട്ട്, അവർക്ക് ഫ്രീഡം അല്ല, ഒന്നും റെസ്ട്രിക്റ്റഡ് അല്ല, അവർ ഫ്രീഡം കൊടുത്ത് പ്ലസ് ദ ഗൈഡൻസ് വിച്ച് യു ഗീവ്. ഇപ്പം നമ്മൾ അനാവശ്യമായി നടക്കുന്നില്ല, അനാവശ്യമായി അവിടെ പോകുന്നില്ല, ഇവിടെ പോകുന്നില്ല, നമ്മുടെ ടൈം നമ്മൾ കറക്റ്റായി സ്പെൻഡ് ചെയ്യുന്നു. വീക്കെൻഡ് കുട്ടികളെ സ്പെൻഡ് ചെയ്യുന്നു, പള്ളിയിൽ ഒരുമിച്ച് പോകുന്നു, സൺഡേയിൽ ഞായറാഴ്ച ആരാധനയിൽ ഒരുമിച്ച് സംബന്ധിക്കുന്നു, സൺഡേ സ്കൂളിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു, യൂത്ത് ലീഗിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു, എന്ത് ഫംഗ്ഷനുണ്ട് കൺവെൻഷൻ ഉണ്ടായാലും അതിൽ പങ്കെടുക്കുന്നു, അതിൽ പാടുന്നു, അതിൽ പങ്കെടുക്കുന്നു. അപ്പോൾ ആ ഒരു ഉന്മേഷം അവർക്കും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയായിരുന്നു എന്ന് ഞാൻ ധരിക്കുന്നു ഈ ജീവിതകാലത്ത്. എൻ്റെ പേരൻസിൽ നിന്ന് ഞാനിത് കണ്ടു, ഞങ്ങളത് കുട്ടികൾക്ക് പകർന്നു കൊടുത്തു. അവരത് ഇംബൈബ് ചെയ്തെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഇൻ എ ബെറ്റർ വേ. അതുപോലെ സാർ, ഇപ്പോൾ സാറിൻ്റെ കരിയർ എടുക്കുക, സാർ ആസ് എ പേഴ്സണാലിറ്റി യു ഹവ് സക്സീഡഡ് ഇൻ ലൈഫ്. വലിയ വിജയങ്ങൾ, പലർക്കും ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും. ഫസ്റ്റ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, ഇറ്റ്സ് എ ബിഗ് തിങ്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് സക്സീഡഡ് ആയിക്കഴിഞ്ഞ് ഈ ഒരു ഏജിൽ വന്നിങ്ങനെ നിൽക്കുമ്പോൾ ജീവിതത്തിലേക്ക് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ സാറിന് എന്താണ് ഫീൽ ചെയ്യുക? ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം എന്നെ ഏൽപ്പിച്ച സംഗതിയൊക്കെ ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചെയ്തത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്താലും അത് ബെസ്റ്റായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ബെസ്റ്റായിട്ട് ചെയ്യണം. ഒരു പടം വരച്ചാലോ, അല്ലെങ്കിൽ ഒരു കേസ് പ്രസൻറ്റ് ചെയ്താലോ, അതല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിൽ സംസാരിച്ചാലോ, അതിൽ ബെസ്റ്റായിട്ട് ആർക്കും ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെ ഏൽപ്പിച്ച ജോലി മനസ്സിലായി. ഇപ്പോൾ 2 ആഴ്ച മുമ്പ് എനിക്കൊരു ടോക്ക് കൊടുക്കാനുണ്ടായിരുന്നു. പണ്ടോറാസ് ബോക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ പണ്ടോര ആരാന്ന് അന്വേഷിച്ചു.
പണ്ടാര എവിടുത്തുകാരിയെന്ന് അന്വേഷിച്ചു, പണ്ടാര ലോകത്തിൽ എങ്ങനെ വന്ന് അന്വേഷിച്ചു, അതിൻ്റെ എല്ലാം പടമുണ്ടാക്കി അത് കേൾക്കുന്ന ആൾക്ക് ഏറ്റവും മനോഹരമായി കൊടുക്കാൻ തക്കവണ്ണം ഞാൻ പ്രിപ്പയർ ചെയ്തു. ഓക്കെ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്താലും യു ഹാവ് ടു ഡു ദ ബെസ്റ്റ് പോസിബിൾ ആൻഡ് നെവർ ലേറ്റ്. ഈ കഴിഞ്ഞ 50 വർഷത്തിൽ ഒരു ദിവസം പോലും ഒരു സ്ഥലത്തും ഞാൻ ലേറ്റ് ആയിട്ടില്ല. ഇപ്പോഴും പറയാം, മെഡിക്കൽ കോളേജിൽ പണ്ടുള്ള തോമസ് മാത്യു സാറിൻ്റെ കാറ് കണ്ടറിയാം 8:30 മണിയായി, ഇന്നലെ 7. അത്ര കറക്റ്റായിട്ട് ഞാൻ പോയി. ഇന്ന് വരെയും ഒരു സ്ഥലത്തും ഞാൻ ലേറ്റായിട്ട് പോയിട്ടില്ല. അത് പറഞ്ഞ പോലെ ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. അത് കാത്തു സൂക്ഷിക്കാൻ ഞാൻ ഇപ്പോഴും ശ്രമിക്കുന്നത്. ഇപ്പോൾ ജീവിതത്തിൽ പുറകോട്ട് നോക്കുമ്പോൾ നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഡിഫക്റ്റുകളൊക്കെ ഉണ്ടാകും. പക്ഷേ എന്നെക്കുറിച്ച് ദൈവം ഉദ്ദേശിച്ച സംഗതികളൊക്കെ ഞാൻ ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഒരുപാട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു, ഒരുപാട് പേര് പ്രൊഫഷണലിൽ. ഞാൻ നെഫ്രോളജി എടുത്തതിന് ശേഷം ഇപ്പോൾ കേരളത്തിലും 70ഓളം നെഫ്രോളജിസ്റ്റ് ഉണ്ട്. 70ഓളം. അത് തോമസ് മാത്യു സാർ ചെയ്തതുപോലെ ചെയ്യണമെന്ന് പറയുന്ന വ്യക്തികൾ ഇപ്പോഴുണ്ട്. അപ്പോൾ അത് കേൾക്കുന്നതിന് നമുക്കൊരു വലിയ മനസ്സിന് അംഗീകാരമാണ്. അത് ദൈവത്തിന് സ്തുതിയാണ്. ഇപ്പം നമ്മൾ ചെയ്തതുപോലെ ചെയ്യുക എന്ന് പറഞ്ഞാൽ വി ഹാവ് ഡൺ പെർഫെക്റ്റ് വാട്ട് എവർ പോസിബിൾ ഹ്യൂമൻ ബീയിങ് ക്യാൻ ഡു. അല്ല, അതിനൊരു നികുപോക്കില്ല. നോ കോംപ്രമൈസ് ഇൻ ക്വാളിറ്റി. അതെന്തിലും ഞാൻ റിട്ടയർ ചെയ്തെങ്കിലും മാനസികമായിട്ട് റിട്ടയർ ചെയ്തിട്ടില്ല. ബിക്കോസ് ഈ ഡോക്ടേഴ്സ് പ്രൊഫഷൻ ഒരാളുടെ ജീവിതാന്ത്യം വരെ പ്രൊഫഷനാണ്. ജീവിതാന്ത്യം വരെ ലേണിംഗ് ആണ്. ഇപ്പോൾ ഇബോളയെ പറ്റി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മുഴുവൻ. ഇബോളയെ പറ്റി ഇന്നലെ വന്ന ന്യൂസ് വരെ എനിക്കറിയാം. അതിനുവേണ്ടി ഒരു അരമണിക്കൂറെങ്കിലും ഞാൻ ദിവസവും ചിലവാക്കും. അതല്ല, ദ ബ്രെയിൻ മാപ്പിംഗ്, ദ GPS സിസ്റ്റം ഇൻ ദ ബ്രെയിൻ. ഈ പ്രാവശ്യം നൊബേൽ സമ്മാനം ഞാൻ ടോക്ക് കൊടുത്തു കഴിഞ്ഞു അതിനെപ്പറ്റി. GPS സിസ്റ്റം ഇൻ ദ ബ്രെയിൻ, അതാണ് ഇപ്പോൾ നോബൽ സമ്മാനം കിട്ടിയത്. അങ്ങനെ ഒരു വിജ്ഞാനം സമ്പാദിക്കാനുള്ള തൃഷ്ണ എനിക്കിപ്പോഴും ഉണ്ട്. അത് തുടർന്ന് കൊണ്ടുപോകാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ബിക്കോസ് ഈ ഒരു ഡോക്ടർ ഒരിക്കലും ഒരു തുരുമ്പ് പിടിച്ച മനുഷ്യനാകാൻ പാടില്ല. ഹി ഷുഡ് ബി ആക്റ്റീവ് ത്രൂ ഔട്ട്. നമ്മുടെ സെൻസസ് ഉള്ളിടത്തോളം കാലം നമ്മൾ ആക്റ്റീവായിരിക്കണം. അപ്പോൾ അത് ആക്റ്റീവായിരിക്കണമെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഏത് രോഗിയും ഒരു ദൈവത്തിൻ്റെ പ്രതിരൂപമാണെന്ന് വിശ്വസിക്കുന്നത് ഞാനെന്നും. അതെ, അത് ദൈവം രാജാവായിട്ട് ആയിരിക്കും, ഒരു രോഗിയായിട്ടായിരിക്കും, അതല്ലെങ്കിൽ ഒരു വിഷക്കാരനായിട്ടായിരിക്കും, നമുക്ക് അറിഞ്ഞുകൂടാ. സോ വി ഹാവ് ടു റെസ്പെക്റ്റ് എവരിബഡി, റെസ്പെക്റ്റ് എവരി ബോഡി ആൻഡ് എവരിബഡി. ഒരാൾ പറഞ്ഞാൽ ഞാൻ കോൺട്രഡിക്റ്റ് ചെയ്യാറില്ല. മറ്റേയാൾ തന്നെക്കാൾ മെച്ചമാണെന്ന് ഞാൻ വിചാരിക്കാറുള്ളൂ. ഒരാളുടെ നോളജ് ഈസ് ബെറ്റർ ദാൻ മൈസെൽഫ്. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു, ദാറ്റ് പേഴ്സൺ മൈറ്റ് നോ മോർ. അല്ല, ഞാൻ ഖണ്ഡിക്കാറില്ല. ഒരാളുടെ സംഗതി പറഞ്ഞ് ഞാൻ പോയിട്ട് ഓപ്പണായിട്ട് ഫൈറ്റ് ചെയ്യാറ് കാണിക്കുക. നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ്, പക്ഷേ എൻ്റെ വ്യൂ പോയിൻ്റ് ഇങ്ങനെയാണ്. ദാറ്റ് വാട്ട് യു സേ മൈറ്റ് ബി കറക്റ്റ്. മറ്റൊരാളെ റെസ്പെക്റ്റ് ചെയ്യണമെന്ന് എപ്പോഴും ഞാൻ വിചാരിക്കുന്ന ആളാണ്. എപ്പോഴും. അത് നമ്മളൊക്കെ താഴ്ന്ന നിലയിൽ ജോലി ചെയ്യുന്ന ആളായിരിക്കും, നമ്മളൊക്കെ ഏജ് കുറവുള്ള ആളായിരിക്കും. ചിലപ്പോൾ ചെറുപ്പക്കാരെ റെസ്പെക്റ്റ് ചെയ്യണം. നമ്മളെക്കൊണ്ട് ആരും ബുദ്ധിമുട്ട് പാടില്ല. നമ്മളെക്കൊണ്ട് കംഫർട്ട് കിട്ടണം, നമ്മളെക്കൊണ്ട് സമാധാനം കിട്ടണം, നമ്മളെക്കൊണ്ട് അറിവ് കിട്ടണം മറ്റൊരാൾക്ക്, നമ്മളെക്കൊണ്ട് സൗഖ്യം കിട്ടണം. ഇത്രയും സംഗതികൾ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെക്കൊണ്ട് അറിവ് കിട്ടണം, നമ്മളെക്കൊണ്ട് സൗഖ്യം കിട്ടണം, നമ്മളെക്കൊണ്ട് സന്തോഷം ലഭിക്കണം, നമ്മളെക്കൊണ്ട് സമാധാനം ലഭിക്കണം. സാറിൻ്റെ ടൈം, ദ വ്യൂസ് ഓഫ് ലൈഫ്, സാറ് സഫലം ഈ ജീവിതം എന്ന ഈ പ്രോഗ്രാമിൻ്റെ പേരിനോട് വളരെ ചേർന്നാണ് സാറിൻ്റെ ജീവിതം നിൽക്കുക. സാറിൻ്റെ ഈ ഒരു വ്യൂ പോയിന്റ്സിനൊക്കെ പ്രത്യേകമായിട്ട് ഈ സമയങ്ങളിൽ എല്ലാവരുടെ പേരിലും എല്ലാ പ്രേക്ഷകരുടെ പേരിലും നന്ദി പറയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ് യുവർ ലൈഫ്.